ജാരസന്തതികളുടെ കഥ പറയുന്ന മലയാള ടെലിവിഷൻ സീരിയൽസ് ഇതുപോലെയുള്ള TV സീരിയൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നീലക്കുയിൽ മഞ്ജു ധർമ്മൻ സംവിധാനം ചെയ്യുന്ന നീലക്കുയിൽ ഏഷ്യാനെറ്റ് ചാനലിലാണ് സംപ്രേഷണം ചെയ്തിരുന്നത്. കസ്തൂരി എന്ന ആദിവാസി പെൺകുട്ടിയുടെ കഥയാണ് സീരിയൽ. കസ്തൂരിക്ക് അച്ഛൻ ആരാണെന്നറിയില്ല, പക്ഷേ അച്ഛന് മകളെ അറിയാം. ആ അച്ഛൻ ശരിക്കും കല്യാണം കഴിച്ചതിലുള്ള മകളും കസ്തൂരിയും ഒരാളുടെ ഭാര്യയാണ്. അങ്ങനെയാകെ കോംപ്ലിക്കേഷൻ ആണ് നീലക്കുയിലിന്റെ കഥ. സീതാ കല്യാണം. സംഗീത കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സുനിൽ കാര്യാട്ടുകര സംവിധാനം ചെയ്യുന്ന സീരിയലാണ് സീതാ കല്യാണം. സീതയുടെയും കല്യാണിന്റെയും ദാമ്പത്യ ജീവിതമാണ് കഥ. ഇടയിൽ കുറച്ചധികം അമ്മായിയമ്മ പോരുമുണ്ട്. എന്നാൽ പോരെടുക്കുന്ന ഈ അമ്മ കല്യാണിന്റെ സ്വന്തം അമ്മയല്ല, അമ്മയുടെ അനുജത്തിയാണ്. ആ സത്യം കല്യാണിന് അറിയില്ല എന്നതാണ് ഈ സീരിയലിന്റെ സസ്പെൻസ്. വാനമ്പാടി. സംഗീതത്തിന് പ്രാധാന്യം നൽകിയൊരുക്കിയിരിക്കുന്ന സീരിയലാണ് വാനമ്പാടി. വാനമ്പാടിയായ മകളുടെയും അവളുടെ അമ്മയുടെയും കഥയാണ് സീരിയൽ. അമ്മയും ജ്യേഷ്ഠനും അറിയാതെ മോഹൻ വിവാഹം ചെയ്ത നന്ദിനിയുടെ മകളാണ് അനുഗ്രഹ എന്ന അനു. ആ സത്യം കുഞ്ഞിന്റെ അച്ഛനും അയാളുടെ ഇപ്പോഴത്തെ ഭാര്യക്കുമൊഴികെ എല്ലാവർക്കും അറിയാം. കറുത്തമുത്ത്. 2014 ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന കറുത്തമുത്ത് എന്ന സീരിയലിൽ കഥയും തുടക്കത്തിൽ കഥ മുത്തിനെ ചുറ്റിപ്പറ്റിയാണ് സീരിയൽ തുടങ്ങിയിരുന്നത്. പിന്നീട് ബാലചന്ദ്രിക ബാലയുടെ മകളാണെന്ന സത്യം ആർക്കും അറിയില്ല. അമ്മായിയമ്മ മകൾ പ്രശ്നങ്ങളുമായി സീരിയൽ 2019 ഓഗസ്റ്റ് 9 അവസാനിച്ചു. ഭ്രമരം. നോവലിസ്റ്റായ ജോയ്സിയാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഭ്രമരം സംവിധാനം ചെയ്യുന്നത്. വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഹരിലാലും അനിതയും യാദൃശ്ചികമായി ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഹരിലാലിന്റെ വീട്ടിൽ അനിത വേലക്കാരിയെ പോലെ ഹോം നേഴ്സായി ജോലി ചെയ്യുന്നു. 2 പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്ക്. പക്ഷേ മക്കൾ അമ്മയെ തിരിച്ചറിയുന്നില്ല. അതേസമയം മൂത്ത മകൾ വിവാഹിതയാണ്. എന്നാൽ കാമുകന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നു. അറിയപ്പെടാത്ത ജാരസന്തതിയുടെ കഥ 2019 നവംബർ 8 അവസാനിച്ചു. ആത്മസഖി. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ആത്മസഖി എന്ന സീരിയലിലും ഉണ്ടായിരുന്നു ഇത്തരം ചില സംഭവങ്ങൾ. മകൾ പ്രേമിച്ച ആളെ ജാരസന്തതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത അച്ഛൻ. ഒടുവിൽ കാമുകന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് നായിക മറ്റൊരാളെ വിവാഹം ചെയ്തു. എന്നാൽ വിവാഹശേഷം ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നായിക നാടുവിട്ടു. ഇങ്ങനെയൊക്കെ പോയ ആത്മസഖി അവസാനം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കുകയായിരുന്നു. കുങ്കുമപ്പൂവ്. മലയാളത്തിലെ മറ്റൊരു ഹിറ്റ് സീരിയലാണ് കുങ്കുമപ്പൂവ്. ആശ ശരത് എന്ന നടിയെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സീരിയൽ എന്ന പ്രത്യേകത കുങ്കുമപ്പൂവിനുണ്ട്. കൺമുന്നിലുള്ള മകളെ തിരിച്ചറിയാതെ അവളെ വേദനിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു കുങ്കുമപ്പൂവിലെ ആശ ശരത്. കോളേജ് കാലത്തെ ഒരു പ്രണയത്തിന്റെ അവശേഷിപ്പാണ് ആ മകളെന്ന് തിരിച്ചറിഞ്ഞതോടെ കഥാഗതി മാറിമറിയുന്നു. അമ്മ അറിയാതെ. 2020 ജൂൺ മുതൽ 2023 മെയ് വരെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഒരു മലയാള ടെലിവിഷൻ പരമ്പരയാണ് അമ്മയറിയാതെ. ആകെ 826 എപ്പിസോഡുകളാണ് ഈ ഒരു സീരിയൽ സംപ്രേഷണം ചെയ്തത്. കഥ തന്റെ അമ്മ നീരജയെ അന്വേഷിക്കുകയും തന്നോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അലീന എന്ന യുവതി. തന്റെ ഭൂതകാലത്തെക്കുറിച്ചും മാതൃത്വത്തെക്കുറിച്ചും അറിയാത്ത നീരജ ഭർത്താവിനും മകൾക്കുമൊപ്പം സാധാരണ ജീവിതം നയിക്കുന്നു. തന്റെ മകളാണെന്നറിയാതെ അലീന എന്ന യുവതിയെ അമ്മ സ്നേഹിക്കുന്നതും പിന്നീടുള്ള അവരുടെ ബന്ധത്തിന്റെ സങ്കീർണതകളും പ്രേക്ഷകർക്ക് ഈ പരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയുള്ള സീരിയൽ അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.